മമ്മൂക്കയുടെ അതൊരു നേച്ചറാണ്. കൂടെയുള്ള ആൾക്കാരെ ബൂസ്റ്റ് ചെയ്യുക, കൂടെയുള്ള ആൾക്കാരൊന്നും മുകളിലോട്ടേക്ക് കൊണ്ടുപോവുക. ഞാനും മമ്മൂക്ക മാത്രം. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ റേസ് ചെയ്ത് എനിക്കൊണ്ട് ഇപ്പോൾ ചാടും, എൻ്റെ ഹാർട്ട് മമ്മൂക്കയുടെ കയ്യിലെത്തുമെന്ന്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫോർ ഓൾ ഓഫ് us. He is a gift that just keeps on giving. Yeah. You are not a small person, you are a big person. മമ്മൂക്കനെ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക ഭയങ്കര ജനറസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മമ്മൂക്കയ്ക്ക് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മമ്മൂക്ക അങ്ങനെ പറഞ്ഞ്, മമ്മൂക്കയുടെ അതൊരു നേച്ചറാണ്. കൂടെയുള്ള ആൾക്കാരെ ബൂസ്റ്റ് ചെയ്യുക, കൂടെയുള്ള ആൾക്കാരൊന്നും മുകളിലോട്ടേക്ക് കൊണ്ടുപോവുക എന്നൊക്കെ. അത് ഞാൻ ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ആ ലെവലിലുള്ള ആൾക്കാർ മിക്കവരും ഭയങ്കര ജനറസ് ആണ്. അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നാലോചിക്കുന്ന ആൾക്കാരെ. ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ ഒരുപാട് സിനിമകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ പലപ്പോഴും മുൻപ് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പോയിട്ട് ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് തരാറുണ്ട് എന്നൊക്കെ. അത്തരത്തിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ സൂക്ഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഏറ്റവും ഫസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് മമ്മൂക്കയുടെ കൂടെ എബ്രഹാമിൻ്റെ സന്തതികൾ. അതിൽ ഞാൻ മമ്മൂക്കയുടെ ഓപ്പോസിറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു സീൻ, ഞാനും മമ്മൂക്ക മാത്രം. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ റേസ് ചെയ്ത് എനിക്കൊണ്ട് ഇപ്പോൾ ചാടും, എൻ്റെ ഹാർട്ട് മമ്മൂക്കയുടെ കയ്യിലെത്തുമെന്ന്. പക്ഷെ മമ്മൂക്കയ്ക്ക് ആ അവയർനെസ് ഉണ്ട്, ഏത് കോ ആക്ടർ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ ആ സീൻ മമ്മൂക്ക എന്നെ ഗൈഡ് ചെയ്തു ഒരു രീതിയിൽ. മമ്മൂക്കയുടെ ഒരു രീതിയിൽ എന്നെ ടോപ്പ് ഡൗൺ ചെയ്യാതെ ആ ഒരു എന്നെ ബൂസ്റ്റ് ചെയ്ത് എൻ്റെ കോൺഫിഡൻസ് പോവാത്ത രീതിയിൽ എനിക്ക് പറഞ്ഞു തന്നു ഈ സീന് എങ്ങനെ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ മമ്മൂക്ക പറയുന്ന പോലെ അങ്ങനെ തന്നെ ചെയ്തു, ആ ഡയറക്ഷനിൽ തന്നെ ചെയ്തു. അതുകൊണ്ടാണ് ആ സീൻ വളരെയധികം നോട്ടീസ് ആയത്. എനിക്ക് ആ സീൻ കഴിഞ്ഞ് എനിക്ക് കരിയറിൽ വളരെയധികം ഭൂമിയിരുന്നു. ആലോചിച്ചു, ഓരോ ആക്ടറുടെ കൂടെ ഒരു സീൻ ചെയ്തിട്ട് നമ്മുടെ കരിയറിൻ്റെ ബൂസ്റ്റ് ആവാന്ന് വെച്ചാൽ ആ ആക്ടറുടെ പവർ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതുപോലെ വൺ മൂവിയിൽ മമ്മൂക്കയുടെ കൂടെ ഒരു സീനിൽ എനിക്ക് വലിയ ഡയലോഗൊന്നും ഉണ്ടായിരുന്നില്ല, മമ്മൂക്കയുടെ തന്നെയായിരുന്നു മെയിൻ ആക്ഷൻ. പക്ഷെ ഞാനതിലെന്തോ ചായ ഉണ്ടാക്കണതിൽ ആ ആക്ഷനിൽ ഞാൻ കുറച്ച് സ്റ്റക്കാവുണ്ടായിരുന്നു. അത് പക്ഷേ എൻ്റെ മുകളിൽ ഫോക്കസ്ഡ് അല്ല എന്ന് അതുകൊണ്ട് പിന്നെ മമ്മൂക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നെർവസാണ്. അത് ഇപ്പോൾ ഞാൻ പറയണു ഞാനിത് സ്റ്റക്കാവണം, എൻ്റെ ആക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ എന്നൊക്കെ ഞാൻ വിചാരിക്കുമ്പോൾ മമ്മൂക്ക തന്നെ പറഞ്ഞു സ്റ്റക്കാവണം അല്ലേ, നമുക്കത് ശരിയാക്കാന്ന് പറഞ്ഞ് മമ്മൂക്ക അതെനിക്ക് ശരിയാക്കി തന്നു. He is coming back after a period. How do you feel about that comeback? It's a gift for all of us. He is a gift that just keeps on giving. Yeah.